ഒരിക്കൽ നാണു ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നാണു ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നാണു തട്ടി വീഴുകയാണ്. തട്ടി വീണ കാര്യം ഗുരുവിനോട് വന്ന് പറയുന്നുണ്ട്. കുമ്മമ്പള്ളി രാമപിള്ളി ആശാനോട് വന്ന് തൻ്റെ നാണുവിൻ്റെ സതീർത്ഥ കൂട്ടുകാരായിട്ടുള്ള ആളുകൾ വന്ന് പറയുന്നു, ഗുരുവേ, നാണു ഇതാ വീണിരിക്കുന്നു, ഞങ്ങൾ വിളിച്ചിട്ടെങ്ങും എഴുന്നേക്കുന്നില്ല. നാണു മോഹലസ്യപ്പെട്ട് കിടക്കുകയാണ്. ഗുരുനാഥൻ ആദിയായിട്ട് പെട്ടെന്ന് ഓടി വന്നപ്പോൾ നാണു ബോധം കെട്ട് കിടക്കുകയാണ്. നാണുവിൻ്റെ മുഖത്തേക്ക് കുറച്ച് വെള്ളമൊക്കെ തളിച്ചു. മോഹലസ്യപ്പെട്ട് കിടന്ന നാണു ഉറക്കത്തിൽ നിന്ന് പോലെ എഴുന്നേറ്റപ്പോൾ സാധാരണ നമ്മളെപ്പോലെയുള്ള ആളുകൾ ഇതുപോലെ ഒരാൾ, നമ്മുടെ കുട്ടിയായിക്കൊള്ളട്ടെ, നമ്മുടെ കൊച്ചുമകനായിക്കൊള്ളട്ടെ, മകനായിക്കോട്ടെ, ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തട്ടി വീണ് ബോധം കെട്ട് വീഴുകയാണ്. ബോധം കെട്ട് വീണ് കഴിയുമ്പോൾ തട്ടി എഴുന്നേൽപ്പിക്കുന്നതിന് വേണ്ടി വെള്ളം തളിച്ചതിന് ശേഷം അവൻ കണ്ണ് തുറന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്തായിരിക്കും? മോനെ പറഞ്ഞു, നിനക്കെങ്ങനുണ്ട്, എന്നാ പറ്റി? ഈ ചോദ്യമല്ലേ ചോദിക്കത്തുള്ളൂ. പക്ഷേ കുമ്മമ്പള്ളി രാമപിള്ളി ആശാൻ നാണുവിനോട് ചോദിച്ചത്, നാണു, നീ എന്താണ് കണ്ടത്? നാണു എന്നാണ് ചോദിച്ചത്. അപ്പോൾ നാണു മറുപടിയായിട്ട് ഒരു 4 വരി ശ്ലോകം പറഞ്ഞു. ആ ശ്ലോകം തുടക്കം ഇങ്ങനെയാണ്, ബാക്കി നിങ്ങൾ തുടങ്ങുകയുള്ളൂ, ബാക്കി നിങ്ങൾ ഏറ്റുചൊല്ലണം. പൂയോ വൃത്തി നിവൃത്തിയായി ഭുവനവും ശ്രീകൃഷ്ണ ദർശനമാണ്. ഭഗവാൻ കുമ്മമ്പള്ളി രാമപിള്ള ആശാന്റെ മുമ്പിൽ മോഹലസ്യപ്പെട്ട് കിടന്ന നാണു ഭഗവാൻ ഈ ഗുരുനാഥൻ മോഹലസ്യത്തിൽ നിന്ന് ഉണർത്തിയപ്പോൾ ആ ഗുരുനാഥന്റെ ചോദ്യം നിനക്കെന്ത് പറ്റി എന്നുള്ളതായിരുന്നില്ല, നീ എന്താണ് കണ്ടത് എന്നുള്ളതായിരുന്നു. അതിന് മറുപടിയായി ഭഗവാൻ നൽകിയതാണ്, ആ നാണു നൽകിയതാണ്. അപ്പോൾ നാണുവിന് 20 വയസ്സിൽ താഴെയാണ് പ്രായം. ആ നാണുവിനെ കുറിച്ച് നമ്മുടെ മനസ്സിലുണ്ടോ? നമ്മുടെ മനസ്സിലുള്ള നാണു 1916 പള്ളുരുത്തി ഭവാനീശ്വര ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാനന്തരം അവിടെ വെച്ചെടുത്തിയ ഒരു ചിത്രം. ആ ചിത്രത്തിന് പലരും പല രൂപഭാവങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ നടത്തി. ആ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് പതിഞ്ഞു കഴിഞ്ഞപ്പോൾ മറ്റ് നാണുവിൻ്റെ മറ്റു ഭാവങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് പോവുകയായി. അല്ലേ? നമ്മൾ അറിയണ്ടേ? നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് നമ്മൾ മറ്റുള്ള അവതാരങ്ങളെയും മറ്റുള്ള ഈശ്വരീയ ഭാവങ്ങളെയും എല്ലാം അതിൻ്റെ കുട്ടിക്കാലം തൊട്ട് നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട് എങ്കിൽ പരബ്രഹ്മസ്വരൂപനായ നമ്മുടെ രക്ഷകനായിട്ടുള്ള പരമസ്വരൂപനായിട്ടുള്ള ഈശ്വര അവതാരമായിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ വിവിധ ഭാവങ്ങൾ എന്തേ നമ്മുടെ ഹൃദയങ്ങളിൽ പറ്റാതെ പോകുന്നു? ചിന്തിക്കണ്ടേ? തെറ്റുണ്ടോ ഞാൻ പറഞ്ഞത്? തെറ്റുണ്ടോ? നമ്മുടെ മനസ്സിൽ തോന്നേണ്ടേ? അപ്പോൾ ആ ശ്രീകൃഷ്ണ ദർശനം ഭഗവാൻ അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. 20 വയസ്സിൽ താഴെയാണ്. അവിടെ നിന്നും വീണ്ടും ഒരു സാധാരണ മനുഷ്യാവതാര രൂപം തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ. ആ മനുഷ്യാവതാര കാലഘട്ടത്തിൽ ഭഗവാന് രോഗപീഠകൾ വരുന്നുണ്ട്. ആ രോഗപീഠകളുടെ അടിസ്ഥാനത്തിൽ ചെമ്പഴന്തിയിൽ നിന്ന് ആ കുമ്മമ്പള്ളി രാമപിള്ള ആശാന്റെ വാർണപ്പള്ളി തറവാട്ടിൽ നിന്ന് ചെമ്പഴന്തി വയൽവാരം വീട്ടിൽ നിന്ന് ആളുകൾ ചെന്ന് തൃപ്പാദങ്ങൾക്ക് അസുഖബാധിതമാണ് എന്നറിഞ്ഞതിന് ശേഷം തിരികെ ചെമ്പഴന്തിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. ചെമ്പഴന്തിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിന് ശേഷം ഭഗവത് തൃപ്പാദങ്ങൾ ചെമ്പഴന്തിയിൽ പള്ളിക്കൂടങ്ങളൊക്കെ കെട്ടി തൻ്റെ സതീർത്ഥ്യരായിട്ടും തൻ്റെ സമൂഹത്തെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി കുറച്ച് ആളുകൾക്ക് വിദ്യ പറഞ്ഞു കൊടുക്കുന്നതിനും വിദ്യ അഭ്യസിപ്പിക്കുന്നതിനുമായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാലഘട്ടത്തിലേക്കാണ് നാണുവിൻ്റെ സഹോദരിമാർ മുഖാന്തരം കാളിയമ്മയൊക്കെ കടന്നു വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. അതിനൊക്കെ ശേഷമുള്ള കാര്യങ്ങളൊക്കെ നിവൃത്തി വർത്തിയതിനു ശേഷം ഭഗവത് തൃപ്പാദങ്ങൾ ചെമ്പഴന്തിയിൽ നിന്നും അവധൂത സഞ്ചാരത്തിനായി പുറപ്പെടുകയാണ്. ഭഗവാന്റെ അവധൂത സഞ്ചാരത്തിനിടയ്ക്ക് ഭഗവാന് അവിടെ തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു വാസുദേവ ശർമ്മയുടെയും ഒരു നങ്ങേലിയുടെയും മകനായിട്ടുള്ള ഒരാൾ അവിടെ കൂട്ടുകാരനായിട്ട് വരുന്നുണ്ട്. കുഞ്ഞൻ ചട്ടമ്പി എന്നായിരുന്നു പേര്. ആരായിരിക്കും അത്? കൂട്ടുകാരനായിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഭഗവാന്റെ ഗുരുവാണെന്ന് പറഞ്ഞ് പലരും പല വേദികളിലും അവതരിപ്പിക്കുന്നുണ്ട്. കുഞ്ഞൻ ചട്ടമ്പി എന്ന് പറയുന്ന വാസുദേവ ശർമ്മയുടെയും നങ്ങേലിയുടെയും പുത്രനായിട്ടുള്ള കുഞ്ഞൻ പിള്ള ഭഗവാന്റെ കൂട്ടുകാരനായിട്ട് വന്ന്
ഭഗവാന്റെ അടുത്തേക്ക് വന്ന് ഭഗവാനൊപ്പം സഞ്ചാരം ചെയ്യുന്നുണ്ട്. ഭഗവാനൊപ്പം സഞ്ചാരം ചെയ്യുന്ന ആ കുഞ്ഞൻപിള്ളയുടെ പേരാണ് ചട്ടമ്പി സ്വാമികൾ. ഭഗവാന്റെ ഒപ്പം സഞ്ചാരം ചെയ്യുന്ന കൂട്ടുകാരനാണ് ചട്ടമ്പി സ്വാമികൾ. ആ ചട്ടമ്പി സ്വാമികളിൽ നിന്നും ഭഗവത് തൃപാദങ്ങളും ചട്ടമ്പി സ്വാമികളും കൂടി തൈക്കാട്ട് അയ്യാവിൻ്റെ അടുത്ത് പോയി യോഗവിദ്യ അഭ്യസിക്കുന്നുണ്ട്. ഭഗവാൻ അവിടെ നിന്നാണ് ഭഗവാന്റെ ഉഗ്രതാപത്തെ, പിന്നീട് ഭഗവാന്റെ അവതാര ജീവിത ചരിത്രത്തിലേക്ക് ഭഗവാൻ സ്വാംശീകരിച്ചെടുക്കുന്ന യോഗവിദ്യയുടെ മുറകളെല്ലാം അഭ്യസിച്ചെടുക്കുന്നത് ആ അയ്യാവ് സ്വാമികളുടെ അടുത്ത് നിന്നുള്ള ആ കഠിനമായ ആ പരിശീലനത്തിൻ്റെ വ്യായാമക്രമങ്ങൾ പിന്നീട് കൃത്യമായി ഭഗവാന്റെ ജീവിത കാലഘട്ടങ്ങളിൽ, അവതാര കാലഘട്ടങ്ങളിൽ അനുഷ്ഠിച്ചാണ്. അവിടെ അയ്യാവ് സ്വാമികളുടെ അടുത്ത് നിന്നും ഈ യോഗ അഭ്യാസത്തിൻ്റെ വിദ്യകളൊക്കെ സ്വായത്തമാക്കിയതിനു ശേഷം ഭഗവാനും കുഞ്ഞൻപിള്ള ചട്ടമ്പിയും കൂടെ വീണ്ടും അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. ആ യാത്ര ചെന്ന് അവസാനിക്കുന്നത് എവിടെയാണ്? മരുത്വാമലയിലാണ് ആ യാത്ര ചെന്ന് അവസാനിക്കുന്നത്. മരുത്വാമലയിൽ വെച്ച് കുഞ്ഞൻപിള്ള ചട്ടമ്പി ഭഗവാനെ പിള്ളത്തടം ഗുഹയിലേക്ക് വിട്ടിട്ട് കുഞ്ഞൻപിള്ള ചട്ടമ്പി മരുത്വാമല ഇറങ്ങി തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്. ഭഗവാൻ നീണ്ട 5 വർഷക്കാലത്തോളം എന്ന് പറയപ്പെടുന്നു മരുത്വാമലയിലെ പിള്ളത്തടം ഗുഹയിലാണ്. മരുത്വാമലയിലെ പിള്ളത്തടം ഗുഹയിലാണ്. ആ പിള്ളത്തടം ഗുഹയിലെ ആ തപസ്സിന്, ദീർഘമായ തപസ്സിന് ശേഷം ഇതാ ഞാനും ഈശ്വരനും ഒന്നായി തീർന്നിരിക്കുന്നു എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുള്ള ആ അവസ്ഥയിൽ എത്തിച്ചേർന്നതിന് ശേഷം കൊടിയ പരീക്ഷണങ്ങൾ നടത്തി. ഭഗവാന്റെ ആ രൂപം നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഭഗവാൻ എന്താണ് അവിടെ? ശുദ്ധജലവും വെള്ളവും കാട്ടുചെടികളുടെ ഇലയും ഒക്കെ, കാട്ടുകൊടിയൻ ഇല എന്നൊക്കെ പറയുന്ന പ്രത്യേകമായ സസ്യങ്ങളുടെ ഇലയൊക്കെ പിഴിഞ്ഞാണ് ഭഗവാൻ അവിടെ കഴിഞ്ഞിട്ടുണ്ടാവുക. അസ്ഥി പഞ്ചരം പോലെയായി കാണത്തില്ലേ? ഒന്നാലോചിച്ച് നോക്കൂ. ഭഗവാന്റെ ആ രൂപം നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഭഗവാൻ ആ ഒരു കഠിന തപസ്സനുഷ്ഠിക്കുന്ന ആ ഭഗവത് സ്വരൂപത്തെ നമ്മുടെ മനസ്സിൽ നമ്മൾ ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടി. കൊടിയ വേനലില്, കൊടിയ മഴക്കാലത്ത്, പെരുമഴക്കാലത്ത്, കൊടിയ വേനലിൽ അസഹ്യമായ ചൂട് സഹിച്ച്, അല്ലെങ്കിൽ അസഹനീയമായിട്ടുള്ള തണുപ്പ് സഹിച്ച്, ആരോടും ഒരു വാക്ക് പോലും മിണ്ടാതെ കൊടിയ കഠിന തപസ് ചെയ്തുകൊണ്ട് ഭഗവാൻ ഞാനും ദൈവവും ഒന്നായിത്തീരുന്ന ആ അവസ്ഥയിലേക്ക്, ഭഗവാൻ സമാധിയാകുന്ന അവസ്ഥയിലേക്ക് അവിടെ ആ മരുത്വാമലയിലെ പിള്ളത്തടം ഗുഹയിൽ തപസ് അനുഷ്ഠിക്കുന്ന ആ രൂപം നമ്മുടെ മനസ്സിൽ തെളിയേണ്ടതല്ലേ? നമ്മൾ ആ രൂപം കൂടി നമ്മുടെ മനസ്സിലേക്ക് എടുക്കുക. അവിടുന്നാണ് ഭഗവാൻ സ്പഷ്ടം നിലാവങ്ങ് നീങ്ങി ദിനകരൻ ഉദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു തട്ടിത്തട്ടി പെരുക്കി പെരുവളി അതിലാക്കിയിടുവാൻ പിന്നെയാട്ടെ കഷ്ടം ദീനം പിടിച്ചോ മതിരി അത് കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ടോത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നതിപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ മലയിറങ്ങി താഴേക്ക് വരുന്നത് ആർക്ക് വേണ്ടിയാണ്? ചിന്തിച്ചിട്ടുണ്ടോ? ഭഗവാൻ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് വിശ്രമം നടത്താം. ഇത്തരം ഞാൻ പറഞ്ഞു, കുഞ്ഞൻ ചട്ടമ്പി തമിഴ്നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. കുഞ്ഞൻ ചട്ടമ്പി ആ പോയ യാത്രയിൽ നമുക്ക് പ്രഭാഷണത്തിൻ്റെ ഈ സംസാര മധ്യേ, വർത്തമാന മധ്യേ കുഞ്ഞൻ ചട്ടമ്പിയുടെ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ കയറി വന്നാൽ നമുക്ക് കയറാം. ഭഗവാൻ മരുത്വാമലയിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നത് ശങ്കരൻ കുഴി എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്കാണ്. കേട്ടിട്ടുണ്ടോ? ശങ്കരൻ കുഴി എന്ന് പറയുന്ന ഒരു പ്രദേശം.